മൊബൈൽ ഫോണിൽ വളരെ വൃത്തിയായിട്ട് കള്ളത്തരം ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ അതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി ഇത് തുടർന്ന് കാണാതിരിക്കുക. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാരെ, ആദ്യമായിട്ടാണോ നമ്മുടെ വീഡിയോകൾ കാണുന്നത് എങ്കിലേ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണിന്റെ യുഗത്തിലോട്ട് മാറിയപ്പോൾ നമ്മുടെ എല്ലാം ജീവിത ശൈലിയും അതോടൊപ്പം തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ പേഴ്സണൽ ഫോട്ടോകൾ ഉണ്ടാവും. അത് മറ്റുള്ളവർ കാണരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളും അതിൽ നമ്മൾ നടത്തുന്ന ആശയവിനിമയങ്ങളും, അതായത് നമ്മുടെ ചാറ്റിങ്. ഇത്തരത്തിലുള്ള ചാറ്റിങ് നമ്മളല്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരാളും കണ്ടുപിടിക്കാതെ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാം, അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഒരു വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ട്. ചില കൂട്ടുകാർ 2 വാട്സാപ്പ് അല്ലെങ്കിൽ 3 വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതുണ്ടാകും. സാധാരണ രീതിയിൽ നമ്മളൊരു വാട്സാപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയ ആർക്കും ആ ഒരു വാട്സാപ്പ് അവിടെ കാണാൻ കഴിയും. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ചാറ്റ് ചെയ്താലും മറ്റൊരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാവും കൂട്ടുകാർ വീഡിയോ കാണാൻ സാധ്യതയുള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്രാഷ് ആകാനോ എക്സ്പയർ ആവാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തും കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യം വരുന്നു എങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂട്ടുകാർ ഗൂഗിൾ എടുത്തതിന് ശേഷം ജസ്റ്റ് keerus.in എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ എൻ്റെ വെബ്സൈറ്റ് കാണാൻ കഴിയും. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് ആ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം അവിടെ കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് ആ ആപ്ലിക്കേഷൻ മുകളിൽ. ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ കഴിയും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക നമ്പർ എൻ്റർ ചെയ്യാനാണ് അവിടെ കാണാൻ കഴിയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പാസ്വേഡ് ഇതുപോലൊരു വിൻഡോയിൽ എഴുതി കാണിക്കും. ഈ ഒരു പാസ്വേഡ് കൺഫേം ആണോ എന്ന് ചോദിക്കും. ഇനി റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂസ് യുവർ ഫിംഗർ പ്രിൻറ്റ് ടു അൺലോക്ക്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണാണ് എന്നുണ്ടെങ്കിൽ, അഥവാ ഫിംഗർ പ്രിൻറ്റ് സപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻ ഇതുപോലെയുള്ള ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ആപ്ലിക്കേഷനും കൊടുക്കരുത്. ജസ്റ്റ് നമുക്കിത് അൺടിക്ക് ചെയ്യാം. കാരണം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും നിങ്ങളുടെ ഫിംഗർ വെച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. നമുക്കിവിടെ ക്ലോസ് കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലൊരു നോട്ട് ഇവിടെ വന്നത് കാണാൻ കഴിയും. ഇനി നിങ്ങളുടെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ആ നോട്ടിലൊന്ന് എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു പ്രൈവറ്റ് സ്പേസ്. താഴെയായിട്ട് കൂട്ടുകാർക്ക് ഗാലറി ഓപ്ഷൻ കാണാൻ കഴിയും, സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ കഴിയും, പ്ലസ് ഓപ്ഷൻ കാണാൻ കഴിയും, ഒരു വീഡിയോ റെക്കോർഡർ ഓപ്ഷൻ കാണാൻ കഴിയും, ക്യാമറ ഓപ്ഷൻ കാണാൻ കഴിയും. ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയ ഫയലുകൾ കൂട്ടുകാർക്ക് ഇവിടെ സൂക്ഷിക്കാൻ കഴിയും. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നേരെ പോകുന്നത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇനി മുകളിൽ നമുക്ക് വാട്സാപ്പ് നിന്ന് സെർച്ച് ചെയ്യാം. വാട്സാപ്പ് സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കൂട്ടുകാർക്ക് 2 വാട്സാപ്പ് കാണാൻ കഴിയും. അതിൽ ഒരു വാട്സാപ്പ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്.
ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ഹൈഡ് ഓർ ഡ്യുവൽ എന്ന് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്യണോ ലോഞ്ച് ഡ്യുവൽ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ഡ്യുവലിൽ കൊടുക്കാം. ഉടൻ തന്നെ നമുക്കൊരു വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നത് കാണാൻ കഴിയും. ഇതുപോലെ നമ്മൾക്ക് അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമ്മളുടെ ഒരു മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഒരു വാട്സാപ്പ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസുകൾ ഏതുമായിക്കോട്ടെ, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റേത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു സ്പേസിൽ ആരും കാണാതെ ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ഇനി ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെയാണ് കാണാൻ കഴിയുക. കൂടെ നോട്ട് പാഡ് എന്ന് കാണാൻ കഴിയും. ഇതുപോലെയാണ് കാണാൻ കഴിയുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ഇതിൻ്റെ മുകളിലുള്ള സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ്, ഡിലീറ്റ്, ഷെയർ, എക്സ്പോർട്ട്, പ്രിൻറ്റ് ഇത്രയും മാത്രമാണ് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ പാസ്വേഡ് എന്താണോ അത് ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നമ്മളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ഓപ്പണായി വരികയുള്ളൂ. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ FB പേജാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീറൂസ്.